Hello, welcome to Train Your Thought. നമ്മുടെ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ന്യൂട്ടല്ല. എന്നാൽ അത് വാങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് ടെൻഷൻ ആയിരിക്കും. കാരണം അതിൽ വല്ല കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒക്കെ ചേർത്തിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ ഇനി ആ പേടി കൂടാതെ നിങ്ങൾക്ക് ന്യൂട്ടല്ല കഴിക്കാം. കാരണം ഞാൻ വന്നിരിക്കുന്ന ഒരു ഹോം മെയ്ഡ് ന്യൂട്ടല്ല ആയിട്ടാണ്. യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ഇല്ലാതെ നോർമലി നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു 4-5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഹോം മെയ്ഡ് ന്യൂട്ടല്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ന്യൂട്ടല്ല ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കപ്പ് ഹേസൽനട്ട്, പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് ഓയിൽ, അത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ വാനില എസൻസ്. ഇത് സാധനങ്ങളാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് ഈ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉരുക്കിയിട്ട് അതും എടുക്കാം വേണമെങ്കിൽ. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു അടികട്ടിയുള്ള പാത്രം, അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഹേസൽനട്ട് ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനും അതിനൊരു കയ്പ്പ് രസം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ബ്രൗൺ കളർ തൊലി ഇങ്ങനെ മെല്ലെ വിട്ട് വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതിങ്ങനെ വിട്ട് വിട്ട് പോകുന്ന തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് ഹാസൽനട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മടക്കുക. അത് പുതിയ തോർത്തോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തുണിയായാൽ മതി. എന്നിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ അതിൽ നിന്ന് വിട്ടു പോരും ഹാസൽനട്ടിൽ നിന്ന്. അപ്പോൾ ഇതാ കണ്ടോ, അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ക്ലീൻ ആയി പോകുന്നുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അതിൻ്റെ തൊലി ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, നല്ലോണം ഉണ്ടാവരുതെന്നേ ഉള്ളൂ. ചെറിയ രീതിയിൽ അത് പോരാത്ത തൊലികളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അത് ഇഗ്നോർ ചെയ്യുക, അത് പ്രശ്നമില്ല. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ നോർമൽ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ റോസ്റ്റ് ചെയ്ത് തൊലി കളഞ്ഞ് വെച്ച് ഹേസൽനട്ട് ആഡ് ചെയ്തു. ഇത് പൊടിച്ചെടുക്കാണ്ട്, ഇത് പൊടിച്ചെടുക്കാൻ ജസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് പൊടിച്ച് ക്രഷ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതിന് കൂടെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ ഒരു 1/2 നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കൊക്കോ പൗഡറും പിന്നെ ബാക്കി പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറോ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്നും കൂടി നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ടെക്സ്ചർ ശരിക്കുള്ള ന്യൂട്ടല്ലയുടെ അതേ ടെക്സ്ചറാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇതിൻ്റെ അടുത്ത് മുന്നുണ്ടായിരുന്ന ന്യൂട്ടല്ലയുടെ ജാറാണ്. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ന്യൂട്ടല്ല ഒഴിച്ചു വെക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം അത് ന്യൂട്ടല്ലയുടെ അതേ കൺസിസ്റ്റൻസിയാണ് വരുന്നത്, അതേപോലെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എമൗണ്ട് കറക്റ്റ് ഒരു ജാറിലേക്ക് ഫില്ല് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റി അതിനുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹാസൽനട്ട് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചനാക്കടലല്ലേ, വെള്ളക്കടല, അത് ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ ടേസ്റ്റിൽ, പക്ഷേ അതേപോലെ തന്നെ ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.